ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരൊക്കെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് മഴ ആയ കാരണം പുറത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന 10 പേരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരെനിക്ക് പേഴ്സണലി ചോദിക്കും, എന്താ റൂമത്തെ ഇന്ന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, ഇന്ന് എന്താടോ ഇടാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവരൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് വീഡിയോ എന്ന് നോക്കട്ടോ. ഇത് ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഓഡിറ്റോറിയം വരണത്. ഈ ഓഡിറ്റോറിയം നമ്മൾ ആദവനാട് അയ്യപ്പനോവിൻ്റെ അടുത്താണ് ഈ ഓഡിറ്റോറിയം. അടിപൊളി സ്ഥലമാണ് കേട്ടത്. ഞാൻ ഓഡിറ്റോറിയത്തിന് വേണ്ടിയിട്ട് ചെയ്യല്ല, പക്ഷെ നിങ്ങൾ ഈ പ്ലേസ് ഒന്ന് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഇന്നിവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കി, അടിപൊളി പ്ലേസ് അല്ലേ ഇത്. ഈ ഭാഗത്താണ് കേട്ടോ നമ്മളെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. ഇതിന് കുറച്ച് അപ്പുറത്താണ് ഇവിടെ നിന്നൊരു കല്യാണം ഉണ്ടത് കാരണം പുതിയണ്ണ് പോണ തിരക്കാ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി, അടിപൊളിയല്ലേ. ഇത് ഞാനിതിൻ്റെ മേലെന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് താഴെയാണ് കേട്ടോ, ഈ ഓഡിറ്റോറിയം വരുന്നത് താഴെയാണ്. നല്ല സ്ഥലമാണ് കേട്ടോ, നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ നിങ്ങൾ, നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കാണുന്നുണ്ടോ? നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരാളെയും കൂടെ കാണിച്ചു തരാം. നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. നിങ്ങൾ ഈ പ്ലേസൊക്കെ ഒന്ന് നോക്കിയേ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടത്. ഈ ആദവനാട് മാട്ടുമ്മൽ പുത്തനത്താണി ഭാഗത്തേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, വെട്ടിച്ചിറ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഒന്നും ഇവിടെ കയറി നോക്കി മക്കളെ. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ലൊരു വൈബാണ്. മനസ്സമാധാനത്തിലൊക്കെ ഒന്ന് വന്നിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരി. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ, സ്ഥലങ്ങളൊക്കെ കണ്ടോ. ഇത് ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് കല്യാണം നടക്കണ കാരണം ഷാളൊക്കെ പോയിട്ടുണ്ട്, എന്നാലും പുതിയൊന്നും പോയിട്ടില്ല തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. ഇതതിൻ്റെ റോഡാണ് കേട്ടോ. ഞങ്ങളെ ആദവനാട് റൂട്ടിൻ്റെ റോഡ് കണ്ടിങ്ങൾ, എന്ത് ഭംഗിയാണല്ലേ ഈ സ്ഥലം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ, ഈ പുത്തനത്താണി ഏരിയയിൽ പോകുമ്പോൾ ഈ സ്ഥലത്തൊന്ന് വന്ന് നോക്കി, കുറച്ചൊരു മനസ്സമാധാനത്തിലൊക്കെ ഒന്ന് ഇരിക്കുക. നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് വരി, ഒന്ന് വരാതെ പോകരുത് കേട്ടോ. എന്ത് ഭംഗിയാണ് ഈ സ്ഥലങ്ങളെന്നറിയോ, കാണുന്നുണ്ടോ? ഇതിലിങ്ങനെ കാറ്റും കൂടെ അടിക്കണതുകൊണ്ടേ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് നിൽക്കുകയാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ നല്ലപോലെ കാണണം. അടിപൊളി പ്ലേസാണ് കേട്ടോ, കാണുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഇനി വേറെ ഒരാളെയും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, ആൾ വല്ല എസ്കേപ്പായിട്ടോ. ആളെ കിട്ടിയിട്ടില്ല എടുക്കാൻ, ആളെ കിട്ടട്ടെ. അപ്പം ഞാൻ ആളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലം വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കടല പാക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ലൊക്കേഷൻ വരുന്നത് മാട്ടുമ്മൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ആദവനാട് റൂട്ടിൽ നിന്ന്, മാട്ടുമ്മൽ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടത്. മാട്ടുമ്മക്ക് അങ്ങോട്ട് എത്തണ്ട, നമ്മൾ ആദവനാട് ഏരിയയാണ് കേട്ടത്. കാട്ടിലങ്ങാടിയിൽ നിന്ന് കുറച്ച് വന്നാൽ മതി. നമ്മൾ വെള്ളച്ചാട്ടം എവിടെയാണോ അതിൻ്റെ അടുത്താണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. വീഡിയോ കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് കയറണം. ഇത് നല്ല നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ, മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഭാഗത്തൊന്ന് വരണം. ഇവിടെയൊക്കെ നല്ല ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരട്ടോ ഗൈസ്.
ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതിലൊരാൾ ഇരിക്കണുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ മേലെ. എന്താ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഈ റോഡ് ഇങ്ങനെയാണ് പോണത്. ഈ ഓഡിറ്റോറിയത്തേക്കുള്ള റോഡ് ഇങ്ങനെയാണ് പോണത്. കാണുന്നുണ്ടോ? നല്ല സ്ഥലമല്ലേ, അടിപൊളി പ്ലേസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്തായാലും ഈ ഭാഗത്ത് ഇവിടെ ഒന്ന് കയറണം. ഇവിടെയൊക്കെ നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. മഴ ആയ കാരണമാണ് ഇപ്പോൾ ഇവിടെ ആളിരിക്കാത്തത്. മഴ ഇല്ലാത്ത സമയത്ത് നല്ലൊരു വൈബാണ്, നല്ലൊരു എക്സ്പീരിയൻസാണ്. നിങ്ങൾ ഈ ഭാഗത്തേക്ക് എന്തായാലും വരുമ്പോൾ ഒന്ന് വരണം. അപ്പോൾ ഞാൻ സൂം ചെയ്ത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന്. കണ്ടോ? ട്രയാങ്കിൾ കോൺവെർസേഷൻ സെൻറ്റർ. അപ്പോൾ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ട്രയാങ്കിൾ കേട്ടോ. ട്രയാങ്കിളിൻ്റെ കൂടെ ഇതിൽ ഓഡിറ്റോറിയം മാത്രമല്ല, ഇതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്കിവിടെ വന്നിരിക്കാനുള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ആ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്നും കൂടെ താഴെ പോയിട്ട് എടുത്തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇത് നമ്മളെ ലക്ഷ്മി ബസ്സാണ് കേട്ടോ. നമ്മളെ ലക്ഷ്മി ബസ് പോകണ്ട, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും നമ്മളെ ലക്ഷ്മി ബസ്സിനെ. ആദവനാട്